എല്ലാവർക്കും നമസ്കാരം. നാരായണീയ സാഹസ്രം 130-ാമത്തെ ദിവസം 13-ാമത്തെ ദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തിലേക്ക് പാരായണ പ്രഭാഷണങ്ങളൊക്കെ കടക്കുകയാണ്. ഇന്ന് നേരിട്ട് തന്നെ പാരായണ പ്രഭാഷണങ്ങളിലേക്ക് കടക്കുന്നു. എല്ലാവരും ഞാൻ ഇന്നലെയും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോസും അതുപോലെ ഒക്കെ നിങ്ങളുടെ എങ്ങനെയൊക്കെയാണോ ഇതിൻ്റെ ലിങ്കുകൾ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ ഫേസ്ബുക്ക് മുഖേനയൊക്കെ ഷെയർ ചെയ്ത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക. ഞങ്ങൾ ചെയ്യുന്ന ഈ കർമ്മങ്ങൾ എല്ലാ സജ്ജനങ്ങളിലേക്കും എത്തണം എന്നൊരു ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ എപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്നത്. അതിന് നിങ്ങളുടെയും കൂടെ ഒരു സഹായം ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഇത് എല്ലാവരിലേക്കും എത്തിക്കുക, ഷെയർ ചെയ്ത് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക എന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമ്മളിതാ 13-ാമത്തെ ദശകത്തിലെ 2-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപങ്കടും പശികടും നാവിനുണർച്ച വരുമേറ്റവും അന്ത്യകാലേ. ഗോവിന്ദപാദകമലങ്ങൾ തെളിഞ്ഞു കാണാം. നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും പശികടും നാവിനുണർച്ച വരുമേറ്റവും അന്ത്യകാലേ. ഗോവിന്ദപാദകമലങ്ങൾ തെളിഞ്ഞു കാണാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി. നാരായണായ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഗുരുഭ്യോ നമ. 13-ാമത്തെ ദശകത്തിലെ 2-ാമത്തെ ശ്ലോകം. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതിം. പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിതഃ. നദൻ ക്വാസൗ ക്വാസൗ വിതി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപ്യ ധരണീരധര ഉദ്യന്തമുദകാത്. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതിം. പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിതഃ. നദൻ ക്വാസൗ ക്വാസാവിതി സമുനിനാ ദർശിതപഥോ ഭവന്തം ധരണിധരമുദ്യന്തമുദകാത്. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഗുരുനാഥൻ്റെയും ഗുരുവായൂരപ്പൻ്റെയൊക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും അതിനുവേണ്ടി ഒരു സഹായം, ഉത്സാഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നാരായണ 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 നാരായണ. ഹരേ രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാ ലോകക്ഷേമായ കുറുവന്തം കേശവം സദ്ഗുരും ഭജേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ. പത്മജാദ്യർച്ചിതം ദേവം പത്മജാ പ്രാണനായകം പത്മനാഭവിരാധീശം പത്മനാഭം നമാമ്യഹം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ.
ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. നമസ്കാരം. നാരായണീയ സഹസ്ര സുദിനങ്ങളിലൂടെ ഉള്ള യാത്ര 13ാം ദശകത്തിൽ 2ാം ശ്ലോകം വരെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ ഇന്നലെ കേട്ടു ഹിരണ്യാക്ഷൻ അന്വേഷിച്ച് ഗുരുനാഥൻ സ്വയം ഇങ്ങോട്ട് ആഗതനായ കഥ. അവിടെ നമ്മൾ പറഞ്ഞു, ഗുരുനാഥൻ അന്വേഷിക്കുന്നവരുടെ മുമ്പിലേക്ക് എത്തിച്ചേരും. അത് ഭഗവാനും എങ്ങനെയാണ്, ഗുരുത്വം ഉള്ളവൻ്റെ മുമ്പിലേക്ക് ഭഗവാൻ അങ്ങോട്ട് എത്തിച്ചേരും. എന്താ ഗുരുത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹിമ എന്നർത്ഥം. മഹിമ എന്താണ്? മഹിമ അവനവനെ അറിയുന്ന ഭവദന്വേഷണ പര എന്നില്ലേ, അവനവനെ അറിയലാണ് മഹിമ. ആ മഹിമ ഉള്ളവനെ ഭഗവാൻ അങ്ങോട്ട് തേടി എത്തും. എന്ന് വെച്ചാൽ കുതുകിക്ക് ആത്മാവ് സ്വയം വഴങ്ങും. തന്നെ അന്വേഷിച്ചു വരുന്നവർക്ക് സ്വയം വഴങ്ങുന്ന ആളാണ് ആത്മാവ്. അപ്പോൾ പരമാത്മസ്വരൂപൻ ഭഗവാനിതാ ഹിരണ്യാക്ഷൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേരാൻ തയ്യാറായി. വാസ്തവത്തിൽ നമ്മളെ പോലെയുള്ള ഭക്തന്മാരൊക്കെ എങ്ങനെയാണ് പതിവ്? ഒരിക്കലും ഗുരുവായൂരപ്പനോട് വീട്ടിലേക്ക് വരാൻ പറയല്ലോ, പറഞ്ഞാൽ വരുന്നില്ല, പറയാറ് പോലും പതിവില്ലല്ലോ. ഗുരുവായൂരപ്പൻ എൻ്റെ വീട്ടിലേക്ക് വരുമെന്നാരും പറയാറില്ല. നമ്മൾ ഗുരുവായൂർക്ക് പോകാൻ പതിവ്. പക്ഷേ ഇത്ര മഹാദുഷ്ടനായിട്ടുള്ള ഹിരണ്യാക്ഷൻ, ആ ഹിരണ്യാക്ഷൻ്റെ മുമ്പിലേക്ക് ഭഗവാൻ ഇങ്ങോട്ട് വരുന്നു. ആരെ വാ! അത് ഭഗവാന്റെ ഒരു പ്രത്യേകതയാണ്, ഭഗവാന്റെ ഒരു ഹരമാണ് ഭഗവാൻ. അത് തന്നെ അന്വേഷിക്കുന്നവരുടെ മുമ്പിലേക്ക് ഭഗവാൻ അങ്ങോട്ട് എത്തിച്ചേരും. പ്രത്യേകിച്ച് ഒരു ഗുരുവിൻ്റെ എന്താ പറയുക, ഉപദേശപ്രകാരം സുചര്യകളിലൂടെ തന്നെ ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കാനായി ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ, അത് വരാഹമാവാം, നരസിംഹമാവാം, കൂർമ്മമാവാം, മത്സ്യമാവാം. ഭഗവാന്റെ അവതാരങ്ങളെ നോക്കൂ. ഒരവതാരത്തിലും ഭക്തൻ അന്വേഷിച്ച് അല്ലെങ്കിൽ ഭക്തൻ ആവശ്യപ്പെട്ട് വരുന്ന ഒരു ശൈലിയില്ല. ഭഗവാൻ ഭക്താവശ്യം മനസ്സിലാക്കി എത്തിച്ചേരാണ്. കൂർമ്മ മത്സ്യം തുടങ്ങിയ ചില അവതാരങ്ങൾക്ക് മാത്രമേ അതിന് വ്യത്യാസമുള്ളൂ. ഇപ്പോൾ നരസിംഹമായാലും വരാഹമായാലും ശ്രീരാമാവതാരമായാലും ശ്രീകൃഷ്ണാവതാരമായാലും ഭക്തനുള്ള ദിക്കിലേക്ക് ഭഗവാൻ അങ്ങോട്ട് ചെല്ലുക പതിവ്. കാരണം ഭഗവാന്റെ ഏറ്റവും ഹരമുള്ള പ്രവൃത്തി ഭക്തനോട് ചേർന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. ഭക്തരോട് ചേർന്ന് ഇരിക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിതശൈലി. ഭക്തന്മാരോടൊപ്പം ഭഗവാൻ ഉണ്ട് എന്നുള്ളത് പറയുന്നതിനേക്കാൾ നല്ലത് ഭക്തനെ തേടി ഭഗവാൻ. അതാണ് ഭക്തൻ്റെ ആത്മവിശ്വാസം. ക്വാസൗ യതി സ സർവത്ര എന്ന് പ്രഹ്ലാദനോട് ചോദിച്ചപ്പോൾ പ്രഹ്ലാദന് അത് ഉറപ്പുണ്ടായിരുന്നു. കസ്മാൽ സ്തംഭേന ദൃശ്യത എന്ന് പറഞ്ഞപ്പോൾ പ്രഹ്ലാദൻ പറഞ്ഞു, ദൃശ്യത എന്തുകൊണ്ടാണ് സ്തംഭത്തിൽ ഈ ഇരുമ്പ് തൂണിൽ നിന്റെ ഹരി ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ ആരാ ഇല്ലയെന്ന് പറഞ്ഞത് വെച്ചാൽ ഉണ്ടേ, അത് വേണ്ട വിധത്തിൽ അവിടുന്ന് നോക്കാത്തത് കൊണ്ടാണെന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞത്. വേണ്ട വിധത്തിൽ നോക്കിയാൽ മാത്രം കാണുന്നവനാണ് ഈശ്വരൻ. അത് ഗുണങ്ങളോട് കൂടി നോക്കിക്കഴിഞ്ഞാൽ ഗുണങ്ങളാകുന്ന അഹങ്കാരത്താൽ തിമിരം ബാധിച്ച കണ്ണുകളെ കൊണ്ട് നോക്കിയാൽ എങ്ങനെ ഭഗവാനെ കാണാൻ സാധിക്കും? നേരെ മറിച്ച് അവിടെ ഭക്തരക്ഷയ്ക്കായി പ്രഹ്ലാദൻ ഇന്നേ വരെ വിളിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിലും പ്രഹ്ലാദൻ ഭഗവാനെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഭക്തരക്ഷയ്ക്കായി ഭഗവാൻ എത്തിച്ചേരാണ്ടായത്. ഇങ്ങനെ സംശയമില്ലാത്ത ഭക്തന്മാരുടെ മുമ്പിലേക്ക് ഭഗവാൻ അങ്ങോട്ട് എത്തിച്ചേരും. നമ്മൾ ഈ സന്ദിഗ്ധമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് വരാത്തത്. എന്താ സന്ദിഗ്ധാവസ്ഥ? ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സംശയമില്ല, ഉണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ല. പക്ഷേ
ഇത് എപ്പോൾ വരും എപ്പോൾ വരില്ല എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാറ്റിലും ഭഗവാൻ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല? അവിടെയാണ് നമ്മുടെ മുമ്പിൽ എങ്ങാനും ഭഗവാൻ ഇറങ്ങിപ്പുറപ്പെട്ട് മേക്കപ്പൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇയാൾ സംശയിക്കുന്നത് വരുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഭഗവാൻ ഉണ്ടാകും വരുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ഭഗവാൻ എങ്ങനെ വരും? ഉറപ്പുള്ളവരുടെ മുമ്പിലേക്കല്ലേ നമ്മൾ പോകാറുള്ളൂ. എന്നെ വിളിച്ച ദിക്കിലേക്കല്ലേ ഞാൻ പോകാറുള്ളൂ. ഇനി അങ്ങോട്ട് ചെല്ലണമെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടവരാവണം. ആ ഇഷ്ടപ്പെടുന്നത് ആരായിരിക്കണം? തന്നെ വിശ്വാസമുള്ള ആൾക്കാരെയാണ് നമുക്കിഷ്ടം. നമ്മളെ ഓരോരുത്തരെയും. എന്ത് വിശ്വാസം? ഇപ്പോൾ കേവലം വിശ്വാസമല്ല, താൻ ആരാണ് എന്നറിയുന്നവരെയാണ് നമുക്കിഷ്ടം. നമ്മൾ എന്ത് കാര്യവും ഷെയർ ചെയ്യുക, ഇന്നത്തെ ഭാഷയിൽ ഷെയർ ചെയ്യണത് അത്തരമൊരു വ്യക്തിയുമായിട്ടായിരിക്കും. ഇവിടെ ഭഗവാനുമായിട്ട് ഷെയർ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ മുമ്പിലുണ്ടാവും. മങ്ങാട്ടച്ഛനായിട്ട് ഭഗവാൻ വന്ന കഥ കേട്ടിട്ടില്ലേ? പല രൂപത്തിൽ ഭഗവാൻ കുറൂരമ്മയുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ലേ? വില്ലുമംഗലം സ്വാമിയാരുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ലേ? അപ്പോൾ ഭഗവാൻ ഇങ്ങോട്ട് അന്വേഷിച്ച് വരും. പക്ഷേ വിളിച്ച പോലെ ഇരിക്കണം എന്ന് മാത്രം. ത്വരയുണ്ടാവണം ഭഗവാനോട്. അപ്പോൾ ഭഗവാൻ ഇങ്ങോട്ടും ത്വരയുണ്ടാവും. ഇവിടെ അന്വേഷണപരനാണ്. ആ വരുണം പറഞ്ഞു, നിന്റെ യുദ്ധക്കൊതി തീർക്കാൻ ഒരു ഹരിയുണ്ട്, ഹരി അന്വേഷിച്ചാണെന്നോളാൻ പറഞ്ഞു. ആ അന്വേഷണപരനായിട്ടുള്ള ആളുടെ മുമ്പിലേക്കാണ് ഗുരുനാഥൻ എത്തിച്ചേരുന്നത്. ഗുരുനാഥൻ എത്തിയെന്ന് മാത്രമല്ല, കാപ്പാട്ട പട്ടുധീ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറയലുണ്ടായി. അതിവിടെ കാണിക്കുക ഈ ശ്ലോകത്തിൽ. സമായാവി വിഷ്ണുരഹരതി നിന്ദം സ്തവബലം എന്നാണല്ലോ കഴിഞ്ഞ അവസാനിപ്പിച്ചത്. ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് തന്നെ ആരംഭിച്ചത്. പക്ഷെ അത് നിന്ദയാണോ വന്ദനമാണോ എന്ന് സംസ്കൃതം അറിയുന്നവർക്ക് മനസ്സിലാവും. സമായാവി വിഷ്ണുരഹരതി. അയ്യേ ഹിരണ്യാക്ഷ, ആ വിഷ്ണു മായാവിയാണ്, മഹാമായാജാലക്കാരനാണ്. അവനാകെ കൂടി കുറേ മാജിക് അറിയാം. സായിബാബയെക്കുറിച്ചൊക്കെ, സായിബാബ ഭഗവാനെ കുറിച്ചൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ. മാജിക് അറിയുന്നവൻ എന്നാണ്. എന്നാൽ മാജിക് അറിയുന്നവർക്കൊന്നും ഈ ശേഷി കിട്ടിയിട്ടുമില്ല. സമായാവി വിഷ്ണുരഹരതി. അപ്പം മായാവിയായിട്ടുള്ള വിഷ്ണു അവനെ നിന്നെ പോലെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കിടുകിട പറയും. മായാവിയാ. ഇവിടെ മായാവിയാണല്ലോ ഭഗവാൻ. ഭഗവാന്റെ മായയാണല്ലോ ഈ കാണുന്നത് മുഴുവൻ. അപ്പം സത്യമാണ് നാരദൻ പറഞ്ഞത്. അത് നിന്ദയല്ല, വന്ദനമാണ്. മായാവി വിഷ്ണു, മായയോട് കൂടിയവൻ ആയിട്ടുള്ള വിഷ്ണു, മായയെ കാണിക്കുന്നവൻ വിഷ്ണു, മായയെ ആശ്രയിച്ച് അവതരിക്കുന്നവൻ അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്നവൻ വിഷ്ണു. അപ്പം നിന്ദയല്ല, വന്ദനമാണ്. സമായാവി, ആ മായാവി വിഷ്ണു ഹരതി, തട്ടിക്കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ മോഷ്ടിക്കുന്നു. എന്ത്? ഭവതീയാം വസുമതീം, നിന്റെ ഭൂമിയെ ആ മായാവി വിഷ്ണു മായയാൽ തട്ടിക്കൊണ്ടുപോകുന്നു. ഭൂമി എൻ്റെയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അനധികൃത കയ്യേറ്റവും ഗവൺമെൻറ്റിൻ്റെ ഓർഡറും വരണതും ഉള്ള ഭൂമി കയ്യിൽ നിന്ന് പോണതും. ഭവതീയാം വസുമതീം. ഹിരണ്യാക്ഷനോട് പറഞ്ഞു, നിന്റെ ഭൂമിയെ. ഇതല്ലേ നമുക്ക് സംഭവിക്കുന്നത്? എൻ്റെയാണെന്ന് വിചാരിച്ച് ഇതാ ജീവിച്ചിരിക്കുമ്പോഴാവും മായാവി വിഷ്ണുരഹരതി. മായാവിയായ ജഗദീശ്വരൻ എല്ലാം വന്ന് അപഹരിക്കും. കാരണം ഇവൻ എന്നിലേക്ക് എത്തണം. അതാണ് ഭഗവാന്റെ നിശ്ചയം. അവൻ അവൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ അവനൊരിക്കലും എന്നിലേക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ എന്ത് വേണം? അവൻ എന്നിലേക്ക് എത്തണമെങ്കിൽ അവൻ്റെ മമതാഭാവം, അഹന്ത, അത് ഇല്ലാതെയാകണം. സമായാവി വിഷ്ണുരഹരതി ഭവതീയാം വസുമതീം. അവിടുത്തെ ഭൂമിയെ കൊണ്ടുപോകണ കണ്ടില്ലേ? വളരെ വിനയത്തോടെയാണ്. കപടപടുധീ. ആ
എന്താ പറയുക, ചൂണ്ടാണി വിരലുകൊണ്ട് ഒന്നിങ്ങനെ അമർത്തി ഒരൊറ്റ ക്യാരംസ് ബോർഡൊക്കെ കളിക്കുന്ന പോലെ എങ്ങനെ ആക്കിയാൽ മതി, നാരദൻ യോജന കണക്കിന് ദൂരെ ചെന്ന് വീഴും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബഹുമാനം വേണം. ശക്തി കൂടിയവനോട് എപ്പോഴും ബഹുമാനം വേണമെന്നാണ്. ദുർബലനോട് ആധികാരികതയും ശക്തനോട് ബഹുമാനവും ചാണക്യനീതിയാണ്. അപ്പോൾ ഈ ശക്തനോട്, തന്നേക്കാൾ ശക്തിയുള്ളവരോട് കലഹിക്കുന്നത് ബുദ്ധിയല്ല, അത് ബുദ്ധിയില്ലാത്തവരുടെ ലക്ഷണം. ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത്, പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി. കഷ്ടമായിട്ടാ, കഷ്ടം കഷ്ടം 2 തവണ പറഞ്ഞു, കഷ്ടം കഷ്ടം എന്ന്. എന്താ ഇത്, കിമിതമിതി, എന്താ ഞാനീ കാണുന്നത്? പ്രഭോ, പ്രഭോ എന്ന് വിളിച്ചത് ഭഗവാനല്ല. പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി, അത് നിന്ദ. ഹിരണ്യാക്ഷനോട് പറയാണ്, അല്ലയോ മഹാപ്രഭോ, എന്താ ഞാനീ കാണുന്നത് എന്ന് പറയാണ്. ഇത് ഭഗവാനോടാണെങ്കിലോ, വന്ദനമാക്കിയാലോ, പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി. വന്ദനമാണെങ്കിൽ ഭഗവാനോട് പറയുന്നു, ആളുകൾ സ്വന്തം സ്വന്തം എന്നും പറഞ്ഞ് ഈ ഭൂമിയെ വെട്ടിപ്പിടിച്ച് വയ്ക്കുന്നില്ലേ ഭഗവാനെ, എന്താ ഈ കഥ? അവിടത്തേക്കൊന്ന് വേഗത്തിൽ ഇടപെട്ടുകൂടെ? അവരുടെ ആ ബുദ്ധിയെ ഒന്ന് മാറ്റിക്കൂടെ? അവനറിയാതെ ചെയ്യുന്ന അവൻ്റെ കർമ്മവാസന കൊണ്ട് സംഭവിച്ചതല്ലേ, അവനെ ഒന്ന് സമാശ്വസിപ്പിച്ചുകൂടെ? എന്തെങ്കിലും ഒരു അനുഭവം കൊടുത്ത് അവനെ ആ വിചാരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൂടെ? അതാണ് കഷ്ടം കഷ്ടം കിമിതമിതി. എന്താണ് ഭഗവാനെ അങ്ങനെ ചെയ്യണത്? പ്രഭോ, ഇത് വന്ദനം നിന്ദനഭാവത്തിൽ ഹിരണ്യാക്ഷനോടാക്കിയെന്ന് മാത്രം ആ ഡയലോഗ്. എന്തായി കാണുന്നത്? അവിടുത്തെ ഭൂമിയെ ഒരു മായാവി, ശക്തിയില്ലാത്തവൻ, ഒരു കുട്ടിക്കുരങ്ങൻ അങ്ങയുടെ മുമ്പിൽ ലവലേശം ആയവൻ, ലവലേശം പ്രസക്തിയില്ലാത്തവൻ, അങ്ങയോട് നേരിട്ട് എതിരിടാൻ ശേഷിയില്ലാത്തവൻ, അങ്ങയുടെ ശക്തി അറിയാത്തവൻ, അങ്ങയെ അറിയാത്തവനായിട്ടുള്ളൊരു മായാവി വിഷ്ണു പന്നിയുടെ വേഷം ധരിച്ചു വന്ന് അങ്ങ് സ്വന്തമാക്കിയ അങ്ങയുടെ സ്വന്തം ഭൂമി, ഏറ്റവും സുന്ദരിയായ സമൃദ്ധയായ ഭൂമി, ആ ഭൂമിയെ കൊണ്ടുപോകുന്നത് കണ്ടില്ലേ? ഹരതി മോഷ്ടിക്കണത് കണ്ടില്ലേ? കഷ്ടം. അവിടെ നിന്ന് ഇത്ര ബലവാനായിട്ട് ഇതിനെ തടുക്കാൻ സാധിക്കണില്ലല്ലോ. അപ്പം ഇത് സ്വന്തം എന്ന് വിചാരിക്കുന്നവന് എത്രയധികം പ്രകോപനമുണ്ടാക്കുന്ന വാക്കുകളാണെന്ന് ആലോചിച്ച് നോക്കൂ. കപടപടുധി. കാരണം ഇത്തരം ബുദ്ധികൾക്ക് ബുദ്ധി ഉണ്ടാവില്ല, ബുദ്ധി പോലെ എന്തോ ഉണ്ടാവുള്ളൂ. ബുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കും, താൻ ഒളിപ്പിച്ചു വെച്ച ഭൂമിയെ തൻ്റെ തേറ്റമേൽ ഒരു മുത്തങ്ങക്കായ അതിരിക്കുന്ന രാഘവത്തോടെ കൊണ്ടുവരണമെങ്കിൽ ഇവൻ ആള് ചില്ലറക്കാരനല്ല എന്ന് ബുദ്ധിയുള്ളവന് മനസ്സിലാവും. ബോധം നഷ്ടപ്പെട്ടവൻ, അഹന്തയാൽ ബോധം നഷ്ടപ്പെട്ടവൻ ഈ സമയത്തൊന്നും ചിന്തിക്കില്ല. അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ താൻ തന്നെ രാജാവ് എന്ന് ചിന്തിക്കുന്നവനായിരിക്കും അവന് കണ്ണു കാണില്ല. അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം നാരദനെ പോലെ ഒരാൾ വന്ന് സ്തുതിക്കുകയും ചെയ്യണു. അപ്പം എന്തായി? അപ്പം അവൻ ദുഷ്പ്രവൃത്തി കൂട്ടിക്കൊണ്ടിരും. ദുഷ്പ്രവൃത്തി കൂടുമ്പോൾ ഭഗവാൻ പെട്ടെന്ന് ഇവൻ്റെ കഥ കഴിക്കും. വളരെ ലളിതം. അപ്പം കപടപടുധിയാണ്, ഗുരുനാഥനാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഗുരുനാഥനാണ്. ഞാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, വിപരീതമായിട്ടുള്ള അവസ്ഥയിൽ സംസാരിക്കും ഗുരുനാഥന്മാർ എന്ന്. ഇത് വിപരീതമായിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകണത്. നാണമില്ലടാ നിനക്ക്? സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഭൂമിയെ, ഭഗവാന്റെ അനുഗ്രഹത്താൽ സൃഷ്ടിച്ച ഭൂമിയെ രസാതലത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച് നിന്നെ പോലും, നിൻ്റെ പരമ്പരയെ പോലും, നിൻ്റെ പ്രപിതാമഹന്മാരെ പോലും സൃഷ്ടിച്ച ഭഗവാനോട്, ആ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് നീ നടക്കുന്നു. നാണമില്ലേ നിനക്ക്? കിമിതമിതി, ഇതെന്താ നീ കാണിക്കണത് എന്ന് തേനാഭിഗതിത. അഭി എന്നുള്ള പ്രയോഗം അവിടെ വന്നു. ഏറ്റവും എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പിരികേറ്റാന്ന് പറയില്ലേ, പ്രകോപിപ്പിച്ച് അവൻ്റെ അഹങ്കാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് അവനെ ഉയർത്തുകയാണ്. ഈ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് ഒരുവൻ അഹങ്കരിക്കുന്നത്. അത് ആരായാലും ശരി. ബുദ്ധിയുള്ളവൻ മനുഷ്യൻ, അഹന്തയുള്ളവൻ അസുരൻ. അത് അതിബുദ്ധി വരുമ്പോൾ, അല്ലെങ്കിൽ ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് അഹന്ത ഉണ്ടാവുന്നത്.
ആ അഹന്ത ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അസുരനായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കണ്ണും കാണിലെ അവന് ഒന്നുകൊണ്ട് ഒരു ഇന്ദ്രിയവും അവൻ്റെ നിയന്ത്രണത്തിലാവില്ല. യഥാർത്ഥ ബുദ്ധിയുള്ളവൻ തലച്ചോറും കണ്ണും മൂക്കും നാക്കും എല്ലാം തൻ്റെ നിയന്ത്രണത്തിൽ വച്ചവനായിരിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയ ജയം വന്നവനായിരിക്കും. തേനാഭിഗതിത, വീണ്ടും വീണ്ടും പറയുന്നവനായിട്ട് മാറി നാരദൻ. കഷ്ടം കഷ്ടം കിമിതമിതി, കഷ്ടം കഷ്ടം കിമിതമിതി ഒരുപാട് തവണ പറഞ്ഞിരിക്കണം. ഭട്ടതിരിപ്പാടിൻ്റെ ഈ ഭാവന നമുക്ക് മനസ്സിലാവുമ്പോൾ അങ്ങനെയാണ് തോന്നണത്. കാരണം അവനെങ്ങനെ പിരികയറ്റി അവൻ്റെ അഹന്തയുടെ കൊടുമുടിയിലേക്ക് ഉയർത്തുകയാണ്. കാരണം അപ്പോഴേ ഭഗവാന്റെ മാഹാത്മ്യം അവന് മനസ്സിലാവുള്ളൂ. കർമ്മവാസന അത്തരത്തിൽ അഹന്തയുടെ കൊടുമുടി നിൽക്കുമ്പോഴാണ് സജന തൻ്റെ ജ്യേഷ്ഠന്മാരായിട്ടുള്ള സനകാദികളെ തടഞ്ഞു നിർത്തിയത് എന്ന് നാരദനറിയാം. അപ്പോൾ ആ ഭാവം അങ്ങോട്ട് ഉയർത്തി അതിൻ്റെ ഹൈ വോൾട്ടേജിലേക്ക് ഉയർത്തി കൊണ്ടുവരാണ് നാരദൻ. ഇത് ഗുരുനാഥന്മാരുടെ ലക്ഷണമാണ്. എന്നുവെച്ചാൽ അവൻ്റെ അഹങ്കാരത്തിൻ്റെ ഏത് ഭാവമായാലും ഹൈ വോൾട്ടേജിലേക്ക് കൊണ്ടുവരും ഗുരുനാഥന്മാർ. അവരുടെ ഉദ്ദേശം ഭഗവത് സാമീപ്യം ഈ വ്യക്തിക്ക് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് ഭാവമായിക്കോട്ടെ. ചിലപ്പോൾ അഹങ്കാരമായിരിക്കും, ചിലപ്പോൾ വേറെ വല്ല വികാരമായിരിക്കും. ഏത് വികാരമായാലും ഇവൻ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ എത്തണമെന്ന് മാത്രമേ ഗുരുനാഥന്മാർ ചിന്തിക്കാറുള്ളൂ. ഇന്ന വികാരം എന്ന് നിയമമില്ല. അതുകൊണ്ടാണ് നാരദ മഹർഷി എവിടെയും പ്രത്യക്ഷപ്പെടണത്. നാരദ മഹർഷിയെ നമുക്ക് കാണാം എവിടെയും പ്രത്യക്ഷപ്പെടുത്ത. കാരണം ഈ വ്യക്തി അറിയില്ല പാവത്തിന് തൻ്റെ മഹിമ. താൻ ആത്മാവാണെന്നും പരമാത്മാവായ ജഗദീശ്വരനെ, ആ ജഗദീശ്വരനിലേക്ക് എത്തിച്ചേരലാണ് തൻ്റെ ലക്ഷ്യമെന്നും അറിയാത്ത ജീവാത്മാക്കൾ വട്ടം കറങ്ങുമ്പോഴാണ് അവിടെ എത്തണത് ഈ നാരദനെ പോലെയുള്ള മഹാഗുരുനാഥന്മാർ. നേരത്തെ പറഞ്ഞതുപോലെ വളണ്ടിയർലി സ്വമേധയാ അവർ എത്തിച്ചേരും. അപ്പോഴാണ് മനുഷ്യന് ഗുരുത്വം ഉണ്ടാവുന്നതും. അത് പക്ഷെ ഒരു ജന്മം കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ 2-3 ജന്മം വേണ്ടി വരും. അപ്പം കഷ്ടം കഷ്ടം കിമിതമിതി ഭഗവാനോട് പറഞ്ഞു. ഭഗവാനെ അവിടുത്തെ കാവൽക്കാരനായിരുന്നു. എന്നിട്ട് ഒരു രക്ഷയുമില്ലാതെ വെറുതെ സനകാദികളെ തടഞ്ഞ് ചോദിച്ചു പേടിച്ച ഈ ജന്മം കഷ്ടം എന്ന് ഭഗവാനോടുള്ള പ്രാർത്ഥനയായിട്ടും ഇതിനെ കാണാം. നദൻ ക്വാസൗ ക്വാസൗ ഇതി, അവൻ അതിനനുസരിച്ച് തിരിച്ചു പറഞ്ഞു എന്നാണ്. കഷ്ടം കഷ്ടം എന്ന് 2 തവണ പറഞ്ഞപ്പോൾ ഉറക്കെ അങ്ങനെ അലറി. നദൻ ഉറക്കെ അലറി. ക്വാസൗ ക്വാസൗ എന്നലറി. ക്വാ അസൗ, ഇവൻ എവിടെ? അത് 2 തവണ ചോദിച്ചു. ഇവൻ എവിടെ? ഇതി എന്ന് അർത്ഥം. നദൻ എന്ന് വെച്ചാൽ ഗർജിക്കുന്നവനായിട്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഇതേ വരിയിൽ നന്ദൻ എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അത് സന്തോഷം തരുന്നതാ. നദൻ എന്ന് പറഞ്ഞാൽ ഗർജനം എന്നുള്ളത് ഉച്ചത്തിലുള്ള ശബ്ദം. അത് അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഒന്ന് പറഞ്ഞാൽ 2 നമ്മളങ്ങോട്ട് ഗർജിച്ച് വശാവണില്ലേ, ഷൗട്ട് ചെയ്യണില്ലേ. ഈ ഷൗട്ട് ചെയ്യുന്ന മനസ്ഥിതി അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. അതാ നമ്മൾക്ക് ആരൊക്കെയാണ് ഹിരണ്യാക്ഷൻ എന്ന് സ്വയം പരിശോധിക്കാനുള്ള ഒരു അവസരമാണ്. ഒന്ന് പറഞ്ഞ് 2 അവൻ ചൂടാവും. മക്കളെക്കുറിച്ച് അമ്മ വളരെ അഭിമാനത്തോടെ പറയാണ്, അവനെ ചൂടനാ എന്ന് പറയുമ്പോഴേക്കും 2ാമത്തെ ചൂടാവുന്നു. പരാജയപ്പെട്ട അമ്മയാണ് പാവം. അങ്ങനെ ആവുന്നത് മഹത്തരമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇല്ല, അയ്യോ അദ്ദേഹം ദേഷ്യം വരും. ദേഷ്യം വരിക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ ലക്ഷണമാണ്. കാരണം ഈ ദേഷ്യം വന്നു കഴിഞ്ഞാലാണ് ക്വാസൗ ക്വാസൗ എന്ന് ചോദിക്കുക. എവിടെ 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 എന്ന്, ഇതെവിടെ അതെവിടെ, അവനെവിടെ എന്നൊക്കെ ചോദിക്കണത്. അപ്പോൾ എവിടെയെന്ന് ചോദിക്കുന്ന, എന്തെന്ന് ചോദിക്കുന്ന ഈ ശൈലി ദേഷ്യം വരുമ്പോൾ ഉണ്ടാവണതാ. ശാന്തത ഉള്ളവന്, ശാന്തത സ്വാഭാവികമായി സ്വഭാവമായി കൊണ്ടു നടക്കുന്നവന് എവിടെയാണെന്ന് കണ്ടെത്താനുള്ള സാവകാശമുണ്ട്, സമയമുണ്ടെന്നർത്ഥം.
ദേഷ്യം പെട്ടെന്ന് കയറി BP വർദ്ധിച്ച് തലച്ചോറിലേക്കൊക്കെ എടുക്കുമ്പോഴേക്കും അവനെങ്ങനെ പിന്നെ അവന് സമയമില്ല. ഈ ശാന്തതയുടെ പ്രത്യേകത നമ്മുടെ മനസ്സിൽ വളരെ സാവധാനം മാത്രം എൻഗൾഫ് ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ സാവധാനം മാത്രം നിറയുന്ന ഒരു സ്വഭാവമാണ് ശാന്തത. അത് സാവധാനമേ വരൂ. നേരെ മറിച്ച് ദേഷ്യം അത് പെട്ടെന്ന് പടരും, കാട്ടുതീ പോലെ പടരും. മനസ്സിലങ്ങോട്ട് ഒരിക്കലൊരു അങ്കുരം, ഒരു മുളയുണ്ടായാൽ മതി ദേഷ്യത്തിൻ്റെ ചെറിയൊരു ഭാവം ഉണ്ടായാൽ മതി ദേഷ്യത്തിന്, അത് ടക്ക് എന്ന് വികസിക്കും. നേരെ മറിച്ച് ശാന്തത വളരെ കുറച്ചേ ഉള്ളൂ. ശാന്തത ഇങ്ങനെ കുറച്ച് ഉയർന്നു വരുന്ന സമയത്തായിരിക്കും ദേഷ്യം ഉണ്ടാവാനുള്ള കാരണം ഉണ്ടാവുക. ആ ദേഷ്യം കൊണ്ട് സകല ശാന്തതയും നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ രണ്ട് പ്രത്യേകത നമ്മൾ കാണണം. അഹംഭാവം കൊണ്ട് ശാന്തതയും അഹങ്കാരം കൊണ്ട് ദേഷ്യവും ഉണ്ടാവും. അഹം ബ്രഹ്മാസ്മിന്നോ പ്രജ്ഞാനം ബ്രഹ്മാന്നോ ഒക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ശാന്തത ഉണ്ടാവും. ഈ ശാന്തത നിതാന്ത ശാന്തതയാണ്. അവർക്ക് ഇതിൽ നിന്ന് മാറിയൊരു ഭാവം ഇല്ല. ഈ ശാന്തത നഷ്ടപ്പെടുമോ എന്ന ഭയവും അവർക്കില്ല. അവർക്കുള്ള ശാന്തത സ്വഭാവമാണ് അവരുടെ. അത് പക്ഷേ ഇന്ദ്രിയജയം കൊണ്ട് മാത്രമേ ശാന്തത ഉണ്ടാവുള്ളൂ. ഏതെങ്കിലും ഒരു ഇന്ദ്രിയം തിരിഞ്ഞു നിന്നാൽ മതി, ശാന്തതയൊക്കെ നഷ്ടപ്പെടും, അശാന്തി വരും. ഇന്ദ്രിയജയം ഉണ്ടായവന് ശാന്തത സ്വാഭാവികം. അത് അവന് അഹംഭാവം ഉണ്ടാവും. ഞാനെന്ന ഭാവം എന്ന് വെച്ചാലോ, ഞാൻ ആരാണെന്ന ഭാവം അവനുണ്ടായിരിക്കും. ആ ഭാവത്താൽ ശാന്തതയുണ്ടാവും. അഹങ്കാരമാണെങ്കിലോ, അഹങ്കാരം എന്ന് വെച്ചാൽ അഹത്തെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ മമതാബോധം ഉണ്ടാക്കുന്ന വസ്തുക്കൾ, അതായത് ഇന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങൾക്ക് അനുസൃതമാണ് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമെങ്കിലോ സമ്മതിക്കില്ല. ഇന്ദ്രിയങ്ങൾ നിങ്ങളെ സമാധാനമായി കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക് എല്ലാം, ഈ ഇന്ദ്രിയങ്ങളിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന വികാര വിചാരങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ കിടന്നിട്ട് ഇങ്ങനെ തിളച്ചു മറയണത്. അത്തരമൊരു ഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ശാന്തത ഉണ്ടാവും? മനസ്സിലാണല്ലോ ശാന്തി വേണ്ടത്. ആ ശാന്തി ഇന്ദ്രിയങ്ങളിലൂടെ നിഷേധിക്കപ്പെടുമ്പോൾ എന്തു വേണം എന്ന് പറയുമ്പോഴാണ് നാരദനെ പോലെയുള്ള ആൾക്കാർ നദൻ ക്വാസൗ എന്നാണ് ചോദിച്ചത്. എവിടെയാവൻ? ഇത് തന്നെയാണ് ഹിരണ്യശിപുവിൻ്റെയും ചോദ്യം. ഏട്ടനനിയനും ആ കാര്യത്തിൽ യോജിപ്പുള്ളവരാ. എവിടെയാണെന്ന് ചോദിക്കുമ്പോഴാണ് ഭവതന്വേഷണ പര ആത്മജിജ്ഞാസ ഉണ്ടാകുന്നത്. ആത്മജിജ്ഞാസമായിട്ട് അയാൾ മാറണത് എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ്. അത് നദൻ ഉറക്കെ ചോദിക്കണം. തൻ്റെ വിശ്വാസമില്ലായ്മയും വിശ്വാസവും ഉച്ചത്തിൽ കൊണ്ടുനടക്കണം. ആ വിശ്വാസം ഇല്ല എന്നുള്ളതാണെങ്കിൽ അത് ഉച്ചത്തിൽ പറയാൻ തയ്യാറാവണം. അത് ടി വിയിലല്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ നിരീശ്വരവാദികളെ കണ്ടിട്ടില്ലേ? നേരത്തെ പറഞ്ഞ വകുപ്പിൽപ്പെട്ട ആൾക്കാരാ. ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ എത്തുമ്പോഴേക്കും അവരുടെ മുഖമൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുക്കും, കണ്ണിലൊക്കെ രക്തക്കറ ഉണ്ടാവുമ്പോഴേക്കും. കാരണം അവർക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ നാഥനായ ബുദ്ധിയെ, അല്ലെങ്കിൽ നാഥയായ ബുദ്ധിയെ അവർ ജയിച്ചിട്ടില്ല. ആ ബുദ്ധി കൊണ്ട് അവർ വേറെ തരത്തിലാണ് യൂസ് ചെയ്യണത്. ബുദ്ധി നിയന്ത്രണമില്ലാത്തതുകൊണ്ട് അവരെല്ലാവരും അശാന്തിയുള്ളവരായി. ബുദ്ധി നിയന്ത്രണം ഉള്ളവരായതുകൊണ്ട് സജ്ജനങ്ങളെല്ലാം ശാന്തരായി. ക്വാസൗ എന്ന് ചോദിച്ച് നടക്കുന്നവനെ ഒരാൾ അനുഗ്രഹിക്കാൻ വരും. അതാണ് സമുനിനാദരിശിത പഥ. അവൻ സഹ ദരിശിത പഥ, വഴി കാണിച്ചു കൊടുക്കപ്പെട്ടവനായി. അതാണ് ഗുരുനാഥൻ്റെ ലക്ഷണം. അതാണ് ഗുരുനാഥൻ്റെ പ്രസക്തി. എവിടെ എന്ന് ചോദിച്ചു നടക്കുമ്പോൾ ഗുരുനാഥൻ സ്വയം മൗനിയായിട്ട് ഇരിക്കാതെ അവിടെ എന്തു വേണം? ദരിശിത പഥനാക്കണം ശിഷ്യനെ. വഴി കാണിച്ചു കൊടുക്കുന്നവനാവണം ശിഷ്യന്.
ഇതൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്ന ആളിൽ നിന്ന് ഒളിച്ചോടരുത്. പ്രഹ്ലാദൻ പറയണത്, മഹർഷിമാരൊക്കെ ഈ കാട്ടിൽ പോയി അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി കണ്ണടച്ച് തപസ് ചെയ്യണമെന്നല്ലാതെ നാട്ടിലുള്ള ക്ഷുദ്രമായ ചിന്തകളോടെ നടക്കുന്ന ജീവിക്കുന്ന സാധാരണ മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം അവർക്ക് ചെയ്തുകൂടെ ആത്മീയമായിട്ട് എന്ന് പ്രഹ്ലാദൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഗുരുനാഥൻ്റെ ലക്ഷണം അതാണ്. ദരിശിത പഥനാവണം ഗുരുനാഥൻ. ദരിശിത പഥനാക്കി തീർക്കണം ശിഷ്യനെ ഗുരുനാഥൻ. സഹ ദരിശിത പഥ, വഴി കാണിച്ചു കൊടുക്കപ്പെട്ടു. ആരാ വഴി കാണിച്ചത്? മുനിനാ. മുനി ഗുരു. മുനിയും ഗുരുവും തമ്മിൽ ആ മുനി തന്നെ ഗുരു, മൗനം തന്നെ ഗുരുത്വം. ഒരാൾ നല്ല ചൂടോടെ ചെല്ലുമ്പോഴാണ് ആ ചൂടായിട്ടുള്ള ഹൃദയത്തിലേക്ക് ഗുരുനാഥൻ വളരെ ശാന്തമായി 2-3 വാക്കുകൾ പറയണത്. അടിക്കാൻ ചെല്ലുകയെന്ന് വിചാരിക്കും. അടിക്കാനുള്ള ദേഷ്യത്തിൽ മുണ്ടൊക്കെ മടക്കി കൂട്ടി അടിക്കാനാണ് ചെല്ലുമ്പോൾ അടി കൊള്ളാൻ പോണ ആള് നമസ്കാരം എന്ന് പറഞ്ഞാൽ പിന്നെ തല്ലുന്നവനെ നമുക്ക് ഹിരണ്യാക്ഷൻ എന്ന് വിളിക്കാം. പിന്നെ എങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ അയാളെ, കാരണം അയാൾ പ്രതിയോഗിയേ അല്ല, അയാൾക്ക് പ്രതികാരമേ ഇല്ല. യോഗിയായിട്ടുള്ള ആൾക്കാരെ മാത്രമേ പ്രതിയോഗിയാണ് കേട്ടോ. അയാൾ ആ തരത്തിൽ യോഗിയാ. യോഗി എന്ന് വെച്ചാൽ യോജിച്ചവെന്നാണ് അർത്ഥം. തനിക്ക് യോജിച്ച പ്രതിയോഗിയായിട്ടുള്ള ആള്, തനിക്ക് യോജിച്ചവനായിട്ടുള്ള ആൾക്കാരോടെ സാധാരണ നിലയ്ക്ക് ഒരാൾക്ക് ദേഷ്യം വരുമ്പോൾ രണ്ടാൾക്കും ദേഷ്യം വന്നില്ലെങ്കിൽ എന്താ കാര്യം? ഒരാളുടെ ദേഷ്യത്തിന് പ്രസക്തി എന്താണ്? പിന്നെ നേരെ മറിച്ച് രണ്ടാൾക്കും ശാന്തത വേണ്ട ആവശ്യമില്ല. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ഇയാൾക്ക് ശാന്തത ഉണ്ടായാൽ മതി. ഈ ശാന്തത അയാളിലേക്ക് പടരും. അല്ലെങ്കിൽ അയാളുടെ ദേഷ്യം അപ്രസക്തമാവും ഇയാളുടെ ശാന്തത കൊണ്ട്. അതാണ് മുനി. ഗുരുനാഥൻ ഇവൻ ദുഷ്ചോദ്യങ്ങൾ ഒരുപാട് പോസ്റ്ററിംഗ് ആയിരുന്നു. ഇവൻ്റെ ദുഷ്ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചിരുന്നു. ഗുരുനാഥൻ മൗനിയായിരുന്നു. അപ്പം അവൻ വിചാരിച്ചു ഗുരുനാഥൻ തോറ്റതാണെന്ന്. അവസാനം ഗുരുനാഥൻ വളരെ ശാന്തമായിട്ടൊരു വാക്ക് പറയും. എന്താ പറയുക? എടോ, ആവശ്യമുള്ളത് മാത്രം ചോദിക്കുക എന്ന്. ആവശ്യമുള്ളത് മാത്രം ചോദിക്കുമെന്ന് ഗുരുനാഥൻ വളരെ ശാന്തമായിട്ട് പറയുമ്പോഴാണ് നല്ല ശിഷ്യഗണത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ, നല്ല ചിന്തനമുള്ള മനുഷ്യനാണെങ്കിൽ അവൻ ചിന്തിക്കും, അപ്പം ഞാനിതേവരെ പറഞ്ഞതൊക്കെ അനാവശ്യമായി തീർന്നു, അനാവശ്യമായിരുന്നു എന്ന് അയാൾക്ക് ബോധ്യം വരും. അപ്പം ശാന്തത പെട്ടെന്ന് മറ്റൊരാളിലേക്ക് പ്രസരിക്കും. നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ ശാന്തനും ഒരാൾ ദേഷ്യക്കാരനാണെങ്കിൽ ദേഷ്യം പെട്ടെന്ന് പ്രസരിക്കില്ല. ദേഷ്യം അവനവനെ തന്നെ കത്തിച്ചു കളയും. അതുകൊണ്ടാണ് അതിന് അഹങ്കാരം എന്ന് പേര് വരാൻ കാരണം. അതാണ് നേരത്തെ പറഞ്ഞത്, അഹങ്കാരത്തിൽ നിന്ന് ആണ് ദേഷ്യം വരിക എന്ന് പറയാൻ കാരണം. അത് അവനവനെ തന്നെ കത്തിച്ചു കളയണതാ. അവനവൻ എന്ന ഭാവത്തെ കത്തിച്ചു കളയും. അതായത് ആത്മീയമായിട്ട്. നേരെ മറിച്ച് ശാന്തത എന്നുള്ളത് അഹംബോധത്തിൽ നിന്ന്, അഹംഭാവത്തിൽ നിന്നുണ്ടാവണതാ. അഹം എന്ന ഭാവം, ഞാൻ എന്ന ചിന്ത, ഞാൻ ആരാണെന്ന ചിന്ത, ഞാൻ ആരാണെന്ന ഭാവം, ഭവിക്കുക എന്ന് വെച്ചാൽ ജീവിക്കുക, ഞാൻ ആരാണെന്ന് അറിഞ്ഞ് ജീവിക്കുക. അങ്ങനെയുള്ളവർക്ക് ശാന്തതയുണ്ടാവും. ഇപ്പം നദൻ ക്വാസവും ഇങ്ങനെ വിറച്ച അട്ടിമുട്ടി മുഖം മുതൽ മുഖം വരെയും വിറച്ചു നിൽക്കുന്ന ഹിരണ്യാക്ഷൻ ദേഷ്യം വന്നിട്ട് എൻ്റെ ഭൂമിയെ ഒരുത്തൻ മോഷ്ടിച്ചുകൊണ്ട് അതൊരു കാടൻ പന്നി എന്നുള്ള ഭാവത്തിൽ ദേഷ്യത്തിൽ നിൽക്കുന്ന ഹിരണ്യാക്ഷന്റെ മുമ്പിലേക്കാണ് നാരദ മഹർഷി എന്ത് ചെയ്തത്? ദരിശിത പഥ, വഴി കാണിച്ചു കൊടുത്തു. താൻ ഈ വഴിയിലെ പൊക്കോളാം. ഈ വഴിയിൽ പോയി കഴിഞ്ഞാൽ എവിടേക്കെത്തും? ഭവന്തം. നിന്നെ കാണാൻ ഉള്ള വഴിയാണ് ഇത്. ഇതിലേ പോകൂ, ഈ മാർഗത്തിലൂടെ പോകൂ. ഭവന്തം. ഇവിടെ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനെ വിളിക്കുകയാണ്. ഗുരുവായൂരപ്പ, അവിടുത്തെ സംപ്രാപദ്ധരണിധരം. ഭവന്തം സംപ്രാപൽ എന്നുവെച്ചാൽ പ്രാപിച്ചു എന്നർത്ഥം. അവിടുത്തെ മുമ്പിലേക്ക് സംപ്രാപൽ, വേണ്ട വിധത്തിൽ അടുത്തെത്തി എന്നർത്ഥം ഏകദേശം. അവിടുന്ന് എങ്ങനെയുള്ള ആളായിരുന്നു?
ധരണിധരം. ഭവന്തം നിന്നെ തന്നെ എത്തുന്നവനായി ചേരും നീ. നിന്റെ പ്രത്യേകത എന്താ? ധരണിധരം. ധരണി ഭൂമി, ഭൂമി വിദ്യ. വിദ്യാധരനായിട്ടുള്ള, വിദ്യയെ അറിയുന്നവനായിട്ട് മാറും. എപ്പോൾ? നീ നിന്നെ സംപ്രാപിക്കുമ്പോൾ. നീ നിന്നെ പ്രാപിക്കുമ്പോൾ നീ ധരണിധരനായിട്ട് മാറും, വിദ്യാധരനായിട്ട് മാറും. ഇവിടെ ഭൂമിയെ ഉദ്ധരിച്ച ഗുരുവായൂരപ്പ അവിടുത്തെ പ്രാപിച്ചു എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഉദ്യന്തമുദകാൽ. അപ്പോൾ വെറുതെ കാണല്ലാണ്ടായത്. ജലത്തിന് മുകളിലേക്ക് പൊന്തി വരുന്ന അവിടുത്തെ കണ്ടു എന്നാണ്. ഉദ്യന്തം ഉദകാൽ. അതാ എന്താ ഉദ്യന്തം? എന്താണ് ഉയർത്തിക്കൊണ്ടുവരണത്? ഭൂമിദേവിയെ. ഉദകാൽ ഭൂമിം ഉദ്യന്തം ഭവന്തം സംപ്രാപൽ. ജലത്തിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന അവിടുത്തെ പ്രാപിച്ചു ഹിരണ്യാക്ഷൻ. വിദ്യാസ്വരൂപിണിയായ ഭൂമിയെ, ധരണിയെ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അവിടുത്തെ കാണും. അവിടുന്ന് എന്ന് വെച്ചാൽ ആത്മാവ്. ആത്മാ ആത്മനി ആത്മന. തന്നെ തന്നെ കാണുന്നവന് പിന്നീട് വേറെ വിദ്യ ആവശ്യമില്ല. തന്നെ അറിയുന്നവന് വേറൊരു വിദ്യയുടെ ആവശ്യമില്ല. തന്നെ അറിയാത്തവന് ബാക്കിയെല്ലാം വിദ്യയാണ്. അവിടെ ധർമ്മസങ്കടമുണ്ടായി. എന്താണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടാത്തത്? അപ്പം ഭവന്തം എന്ന അവസ്ഥ. അവനവനെ, ഭവന്തം എന്ന് വെച്ചാൽ അവനവനെ കണ്ടെത്തുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ആള് ധരണിധരനായി, വിദ്യാധരനായിട്ട് മാറി, വിദ്യയുള്ളവനായിട്ട് മാറി. കർമ്മപ്രാരബ്ധങ്ങളാകുന്ന കാരണജലത്തിൻ്റെ മുകളിലേക്ക് വിദ്യയെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. സംപ്രാപൽ, അവിടുത്തെ പ്രാപിക്കുന്നവർക്ക്, ആ ആത്മാവിനെ, ആത്മജ്ഞാനത്തെ പ്രാപിക്കുന്നവർക്ക് വിദ്യ കൈവരും എന്നാണ് ഈ ശ്ലോകം. പക്ഷെ ചോദ്യം വേണം, വളരെ ആവേശത്തോടെ ചോദിക്കണം. ക്വാസവ് എവിടെയാണിത്, ഈ ഞാൻ എവിടെയെന്ന് വളരെ ആവേശത്തോടെ ചോദിക്കുന്ന ഗുരുനാഥൻ, ശിഷ്യൻ്റെ മുമ്പിലേക്ക് ഗുരുനാഥൻ വളരെ ശാന്തനായി, ഒരു ഗർജനവുമില്ലാതെ വളരെ നിർമ്മലമായ നിഷ്കളങ്കമായ ശബ്ദത്തിൽ അവിടുത്തെ കാണിച്ചു തരും, ഭഗവാനെ കാണിച്ചു തരും, വിദ്യയെ കാണിച്ചു തരും. സമായാവി വിഷ്ണുർഹരതി ഭവദീയാം വസുമതീം. മായാവിയായ ആ വിഷ്ണു അവിടുത്തെ ഭൂമിയെ ഹരിക്കുന്നു. പ്രഭോ കഷ്ടം കിമിതമിതി തേനാഭിഗതിത. വീണ്ടും വീണ്ടും പിരികേറ്റിക്കൊണ്ട് നാരദനാൽ പറയപ്പെട്ടു, കഷ്ടം പ്രഭോ, എന്താ ഇത് എന്ന് ചോദിച്ചു എന്നാണ് നാരദൻ. നദൻ ക്വാസൗ ഇതി സമുനിനാദരിശിത പഥ. എവിടെ ഇവൻ എന്ന് ചോദിച്ചപ്പോൾ ആ മുനിയാൽ അവന് വഴി കാണപ്പെട്ടു. ഭവന്തം സംപ്രാപദ്ധരണിധരമുദ്യന്തം ഉദകാൽ. ധരണിയെ ധരിച്ചുകൊണ്ട് ഭൂമിദേവിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന, ജലത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന അവിടുത്തെ സംപ്രാപിച്ചു അവൻ എന്ന് പറയുന്നു. നമസ്കാരം. ജയ് ശ്രീകൃഷ്ണ.